PM ശ്രീയിൽ പിന്നോട്ടില്ല എന്ന് CPI. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായി. നാളത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ സമയം മാറ്റി വൈകിട്ടാണ് മന്ത്രിസഭാ യോഗം ചേരുക. സുനിലൈസ കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിലൈസക്ക് ഒരു തരത്തിലുള്ള സമവായ ശ്രമങ്ങളും നടന്നില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായതെന്ന് നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ? ഇതിൽ പുതുതായി ഒന്നുമില്ല. സമവായ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്, പല തരത്തിൽ പല ഘട്ടത്തിൽ. അതായത് ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടപ്പോഴും പക്ഷേ ഉണ്ടായത് നമുക്കറിയാം. അത് തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തുന്നതിനുള്ളൊരു മാർഗം എന്ന നിലയ്ക്ക് ഒരു ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു നിലപാടാണ് CPI നേതാക്കൾ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ 4 മന്ത്രിമാർ ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് നാളത്തെ ക്യാബിനറ്റിൽ പങ്കെടുക്കില്ല എന്ന കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. അത് ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇവിടെയുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഒപ്പം ചില ആളുകൾ ഓൺലൈനായിട്ടും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഇവരുമായി സംസാരിച്ചതിന് ശേഷവും ആ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷവും CPIയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ CPIയുടെ മന്ത്രിമാരും നേതാക്കളും അടക്കമുള്ള ആളുകളുമായി ആശയവിനിമയം തുടരുകയാണ്. അതാണ് നമ്മൾ രാവിലെ പറഞ്ഞത്. അതിൽ ചില സമവായങ്ങളിലേക്കൊക്കെ, ഒരു ഏകദേശ ധാരണകളിലേക്കൊക്കെ ചില എത്തിയെന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ചില ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മന്ത്രിസഭാ ഉപസമിതി, CPI മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുക എന്നതാണ്. അത് PMCയുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും എല്ലാ കാര്യങ്ങളും അവരുടെ മേൽനോട്ടത്തിലായിരിക്കും നടത്തുക. അതിൽ നിന്ന് പിൻവാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ മന്ത്രിസഭാ ഉപസമിതി ആയിരിക്കും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനം CPI അംഗീകരിക്കാനാണ് സാധ്യത. ഇന്നത്തെ CPI സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ക്യാബിനറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം അത് അപമാനിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി, മുന്നണി മര്യാദകൾ ലംഘിച്ചതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ്. ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമില്ല. കാരണം അതിൽ പുതിയതായി മാറ്റമുണ്ടാവേണ്ട കാര്യവുമില്ല. കാരണം ഇന്നലെ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം 4 മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ച് കത്ത് നൽകിയതാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്നത് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യവുമില്ല. കാരണം അത്തരം വിഷയങ്ങളല്ല പ്രധാനമായും CPI ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സമവായ ശ്രമങ്ങൾ തുടരണം എന്ന നിലപാട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIയുടെ നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിലും ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നാളത്തെ മന്ത്രിസഭാ യോഗം വൈകിട്ട് 3:30 മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാവിലെ 9:30 10 മണിക്കൊക്കെയാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥം വൈകിട്ട് 3:30 ഇത് മാറ്റുന്നു എന്നാണ് പറയുന്നത് മന്ത്രിസഭാ യോഗം. പക്ഷേ അതിനു മുമ്പ് ഒരു സമവായം ഉണ്ടാക്കി CPIയുടെ മന്ത്രിമാരെ കൂടി മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന തിരക്കിട്ട ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് മന്ത്രി K രാജനെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും K രാജനും അതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും അടക്കമുള്ള ആളുകളോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നിലപാടിൽ മാറ്റം വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തത്. പക്ഷേ അങ്ങനെ ആകുമ്പോഴും CPIയോട് എടുത്ത ഒരു സമീപനം, അതായത് CPI ഇരുട്ടിൽ നിർത്തിയ ഒരു സമീപനം, അതിൽ പ്രതിഷേധിക്കണം. അതുകൊണ്ട് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന തീരുമാനം തന്നെയാണ് CPI തുടരുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗം 5-ാം തീയതിയാണ് ചേരേണ്ടത്. അതിനു മുമ്പ് 4-ാം തീയതി CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരുപക്ഷെ LDF യോഗവും ചേരാൻ സാധ്യതയുണ്ട്. LDF ഈ വിഷയം ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു അവസാന തീരുമാനങ്ങൾ 4-ാം തീയതി ചേരുന്ന CPI സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കും. അതിനുശേഷമാണ് എന്താണ് തുടർ നടപടികൾ വേണ്ടതെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPI എത്തൂ. അതിനു മുമ്പ് എന്തായാലും CPI അനുനയിപ്പിക്കും. കാരണം വലിയ തോതിൽ ഇടഞ്ഞ് പോവേണ്ടതില്ല, അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറി തങ്ങളായിട്ട് മുന്നണിയിൽ ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമുള്ള നേതാക്കളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുമ്പോൾ അത്തരമൊരു വലിയ ഭൂകമ്പം മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കിയാൽ അത് തിരിച്ചടിയാകുമെന്ന പൊതുവിലയിരുത്തലും CPIയിലെ ചില നേതാക്കൾക്കുണ്ട്.
അതുകൊണ്ട് പ്രതിഷേധം അറിയിക്കുക, അതിനുശേഷം ഈ മന്ത്രിസഭാ ഉപസമിതി അടക്കമുള്ള തീരുമാനങ്ങൾ അംഗീകരിച്ചു പോകാനാണ് ഏറെക്കുറെ സാധ്യത. പക്ഷേ ഒരു അന്തിമ തീരുമാനം 4-ാം തീയതിയിലെ CPI-യുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം 5-ാം തീയതിയാണ് അടുത്ത ക്യാബിനറ്റ് ചേരേണ്ടത്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ക്യാബിനറ്റ് 5-ാം തീയതി ചേരും. ആ ക്യാബിനറ്റിൽ CPI എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് CPI പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്.